ലോകത്ത് ഏറ്റവും വലിയ മതേതര രാഷ്ട്രമായ ഇന്ത്യ, അതാണല്ലോ നമ്മുടെ രാജ്യം. ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക എന്ന ഉദ്ദേശിച്ചാണ്. സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ അത് വിശാലമായി പറയുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിശാലമായി ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ സംബന്ധിച്ച്, അവരുടെ ത്യാഗങ്ങളെ സംബന്ധിച്ച് ഒക്കെ സംസാരിക്കുമ്പോൾ വിശാലമായി പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ സമയവും സന്ദർഭവും യോജിച്ചതല്ല എന്നതുകൊണ്ട് ചുരുങ്ങിയ വാക്കിൽ എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ചൊരു വാക്ക് പറയാം എന്നതിനേക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എണീക്കുന്നത്. നമ്മുടെ രാജ്യം ഏതാണ്ട് 2 നൂറ്റാണ്ടിലധികം കാലം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. കച്ചവടത്തിൻ്റെ വ്യാപാരത്തിൻ്റെ പേരിൽ അവർ ഇവിടെ കടന്നുകൂടുകയും ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന നിലയിൽ ഇവിടെ പിടിച്ചടക്കുകയും നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്ത സാഹചര്യം വളരെയേറെ പ്രയാസങ്ങൾ, എണ്ണി പറയാൻ കഴിയാത്ത അത്രയും പ്രയാസങ്ങൾ രാജ്യത്തുടനീളം സഹിക്കുകയും അങ്ങേയറ്റം കഷ്ടപ്പാടുകൾ സഹിക്കുകയും ചെയ്തപ്പോൾ ഈ രാജ്യം നമ്മുടേതാണ്, നമ്മുടെ സ്വന്തം രാജ്യം നമുക്ക് സ്വന്തമാണ്, അത് അവരിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേൽ, ജഗത് സിംഗ്, ഭഗത് സിംഗ് പോലുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ മൗലാന മുഹമ്മദ് അലി, അബ്ദുൽ കലാം ആസാദ് ഇന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ഹൈദരാലിയും ടിപ്പു സുൽത്താനും ആലി മുസ്ലിയാരും വാരികുന്നത്തും കുഞ്ഞഹമ്മദ് ആജിയും നാമൊക്കെ ഏറെ അറിയപ്പെടുന്ന വെളിയങ്കോട് ഉമർ ഖാദി എന്ന് പറയുന്ന മഹാൻ ഇങ്ങനെ മുൻകാലത്ത് നമുക്ക് മുമ്പേ നടന്നുപോയ സച്ചരിതരായ ഒരുപാട് ആളുകൾ വളരെ ത്യാഗം സഹിച്ച് പല നിലക്കും പല കോണുകളിൽ നിന്നും പല ആളുകൾ പല വിധത്തിലും അവർക്കെതിരെ പോരാടുകയും അവസാനം ഏറിയ വർഷങ്ങൾക്ക് ശേഷം 1947 ഓഗസ്റ്റ് 15-ാം തീയതി നമുക്ക് രാജ്യത്തിന് മോചനം ലഭിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഒരു ഹദീസ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം ഈമാനിൽപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ സ്വന്തം പിറന്ന നാടിൻ്റെ സ്നേഹത്തിനേക്കാൾ സ്നേഹം ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്നതാണ് ആ വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാം ഏവരും ജാതി വർണ്ണ വ്യത്യാസമില്ലാതെ ഒരു മതത്തെയും കുറ്റപ്പെടുത്താതെ തോളോട് ചേർന്ന് നിന്ന് രാജ്യത്തിൻ്റെ പുരോഗതിക്കും അഖണ്ഡതയ്ക്കും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കണം. ഇതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് ആശംസിക്കാനുള്ളത്. കൂടുതൽ സമയം നീട്ടിക്കൊണ്ടു പോകുന്നത് സമയ സന്ദർഭോചിതമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാക്കുകൾ